CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബി പിന്തുണയ്ക്കാൻ ബംഗാൾ ഘടകത്തിൽ ധാരണ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവ്ളെയുടെ പേര് അവസാന ഘട്ടത്തിലും സജീവമാണ്. TP രാമകൃഷ്ണൻ, PK ബിജു, ഡോക്ടർ TN സീമ എന്നിവർ കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമെന്നും സൂചനയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ജനറൽ സെക്രട്ടറി ഇല്ലാതെ ചേർന്ന പാർട്ടി കോൺഗ്രസ് അവസാന ദിവസത്തേക്ക് എത്തുമ്പോഴും ജനറൽ സെക്രട്ടറി ആരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേരള ഘടകത്തിൽ നിന്നുള്ള പോൾ ബ്യൂറോ അംഗം MA ബേബിക്കാണ് കൂടുതൽ സാധ്യത. കേരള ഘടകത്തിലെ ഒരു വിഭാഗം MA ബേബിക്കായി രംഗത്തുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. പാർട്ടിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകമായ ബംഗാളും MA ബേബിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. മുഹമ്മദ് സലീമിനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിട്ടുതരാൻ കഴിയില്ലെന്നും ദേശീയ പ്രതിച്ഛായയുള്ള ഒരാളാകണം ജനറൽ സെക്രട്ടറി എന്നുമാണ് ബംഗാൾ ഘടകത്തിന്റെ നിബന്ധന. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോൾ ബ്യൂറോ അംഗവും മികച്ച സംഘാടകനുമായ അശോക് ധാവ്ളെയുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. എക്കാലവും കേരള ഘടകത്തിന്റെ വിശ്വസ്തനായ BV രാഘവലുവിന്റെ സാധ്യതകളും മങ്ങിയിട്ടില്ലെന്ന് ചില നേതാക്കൾ പറയുന്നു. പോൾ ബ്യൂറോയിലേക്ക് അരുൺകുമാർ, വിജു കൃഷ്ണൻ, U വസുഗി, ഹേമലത, ശ്രീദീപ് ഭട്ടാചാര്യ, ജിതേന്ദ്ര ചൗധരി എന്നിവർക്കാണ് സാധ്യത. മറിയം ധാവ്ളെ, P ഷൺമുഖം, EP ജയരാജൻ, KK ശൈലജ, AR സിന്ധു എന്നീ പേരുകളും പരിഗണനയിലുണ്ട്. കേരളത്തിൽ നിന്ന് TP രാമകൃഷ്ണൻ, TN സീമ, PK ബിജു എന്നിവർ പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയേക്കും. ദിനേശൻ പുത്തലത്ത്, PK സൈനബ, VN വാസവൻ, PA മുഹമ്മദ് റിയാസ്, J മേഴ്സിക്കുട്ടിയമ്മ എന്നിവരെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ അനൗപചാരികവും നാളെ രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ഔപചാരികവുമായ ചർച്ചകളിലായിരിക്കും പുതിയ കേന്ദ്ര കമ്മിറ്റി, പോൾ ബ്യൂറോ, ജനറൽ സെക്രട്ടറി എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. പ്രായപരിധിയിൽ ഇളവ് നൽകുമോ എന്ന കാര്യവും നിർണായകമാകും. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.